നമ്മളെയൊക്കെ വല്ലാതെ ഞെട്ടിച്ച വാർത്തയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക ഉയർന്നത്. അപകടത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച മരണങ്ങൾ പുക ശ്വസിച്ചാണോ എന്നതിൽ ഇന്ന് കൂടുതൽ വ്യക്തത വരുത്തും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന 5 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യും. ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേരുന്നുണ്ട്. ഷഹീദ്, ഒരു ആശുപത്രിയാണ്, അവിടെ ധാരാളം രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുക ഉയർന്നതിലെ കാരണം അതെന്താണ് സംഭവിച്ചതെന്നിൽ വളരെയധികം അവ്യക്തത തുടരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഈ പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് നടക്കുക? ജലക്ഷ്മി, തീർച്ചയായും അത് അസാധാരണമായ സംഭവം, ദാരുണമായ സംഭവമാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ബ്ലോക്കിൽ സംഭവിച്ചതെന്നുള്ളതാണ്. അതിൽ 5 മരണങ്ങളാണ് ഇപ്പോൾ സംശയത്തിലുള്ളത്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് മരിച്ച 5 പേരുടെ മരണം എങ്ങനെയാണെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയാണ് ഇനി പ്രധാനമായും ഉണ്ടാകേണ്ടത്. അതിൽ വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, വടകര സ്വദേശി സുരേന്ദ്രൻ, കൊയിലാണ്ടി സ്വദേശിയായ ഗംഗാധരൻ, ഒരു പശ്ചിമബംഗാളുകാരിയായ ഗംഗ, വയനാട് സ്വദേശി നസീറ എന്നിവരാണ് ഇന്നലെ ഈ സമയത്ത് ഈ മരിച്ചത്. അതിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിരിക്കുന്നത്. പുക ശ്വസിച്ചാണ്, അതായത് ഇന്നലെ ഇവിടെ ഉണ്ടായ കാഷ്വാലിറ്റി ബ്ലോക്കിലുണ്ടായ പുക ശ്വസിച്ചാണ് ഇവർ മരിച്ചതെന്നുള്ള ആരോപണങ്ങൾ ഈ ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവർ, ചില ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ പ്രിൻസിപ്പൽ പറഞ്ഞത്, ഇതിൽ കൊയിലാണ്ടി സ്വദേശിയായ ആൾ ഇവിടേക്ക് വരുന്നതിന് ആശുപത്രിയിലേക്ക് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. അത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചിരുന്നു എന്നൊരു വിവരം ഇന്നലെ പ്രിൻസിപ്പൽ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ അത് ശരിയാണെങ്കിൽ 4 പേരുടെ മരണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കൊയിലാണ്ടി സ്വദേശികൾ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ കാര്യത്തിലുള്ള വ്യക്തത വരികയുള്ളൂ. പ്രധാനമായും 2 മരണങ്ങൾ ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവന്ന ആളുകളാണ് മരിച്ചത്. ഞാൻ ഈ പറഞ്ഞ കൊയിലാണ്ടി സ്വദേശിയും മറ്റൊന്ന് വയനാട് സ്വദേശിയായ നസീറ, ടി സിദ്ദീഖ് MLA ഇന്നലെ ആരോപണം ഉന്നയിച്ച നസീറ, ഇവർ 2 പേരും ആത്മഹത്യാ ശ്രമമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് 8 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള 3 പേർ അവർ ഇവിടെ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന രോഗികളാണ്. അവരുടെ മരണം സംബന്ധിച്ച അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച ഒരു തീരുമാനം ഇനിയും എടുക്കേണ്ടതുണ്ടെന്നാണ് പ്രിൻസിപ്പൽ ആശുപത്രി സൂപ്രണ്ടും ഒക്കെ നമ്മോട് പറയുന്നത്. ബന്ധുക്കളുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള ഒരു തീരുമാനവും നടപടിയും ഒക്കെ ഉണ്ടാവുക. അങ്ങനെ അവരുടെ പോസ്റ്റ്മോർട്ടവും കൂടി നടക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. പുക ശ്വസിച്ചാണോ അതല്ല മറ്റുള്ള റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഒരു ആശുപത്രിയാണ്, അവിടെ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പുക ഉയർന്നതിന്റെ കാരണം എന്താണ് സംഭവിച്ചത്? അതിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ലേ എന്ന് പറയാൻ സാധിക്കുമോ ഷഹീദ്? ഏറ്റവും പ്രധാനമായും എങ്ങനെയാണ് ഈ പുക ഉയരാനുണ്ടായ കാരണം? അവിടെ CPU റൂമിൽ അവിടെ നിന്നാണ് പുക ഉയർന്നത്. ഒരു ശബ്ദത്തോടു കൂടിയാണ് പുക ഉണ്ടായത്. അത് പിന്നീട് മറ്റ് ICU ഇവിടെ കാഷ്വാലിറ്റിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന മറ്റ് റൂമുകളിലേക്ക് രോഗികൾ കിടക്കുന്ന സ്ഥലങ്ങൾക്ക് അത് വ്യാപിക്കുകയായിരുന്നു. ഏകദേശം 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ പുക വ്യാപിക്കുന്നതിന്. ഏറ്റവും പ്രധാനമായും പ്രാഥമികമായും ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്ലോക്കാണിത്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെയൊരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വൈദ്യുതി ഇതിൽ നിന്നും ഒരു പുക ഉയരുന്ന സാഹചര്യം ഉണ്ടായതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രാഥമികമായും അവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ പറയുന്നത്, ഇന്നലെ ഒരു വൈകിട്ടോടുകൂടി മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഒരു ഇടിമിന്നൽ ഉണ്ടായ സമയത്ത് ഉണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് CPU റൂമിൽ നിന്നും ഇങ്ങനെ ഒരു പുക ഉയരുന്ന ശബ്ദം കേൾക്കുകയും പുക ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ കഴിയുന്ന രോഗികളെ സുരക്ഷിതമായി മാറ്റാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പുതിയ ബ്ലോക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത അത്യാധുനിക സംവിധാനങ്ങളുള്ള പുതിയ ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ വെച്ചാണ് ഈ മരണങ്ങൾ, ഇന്നലെ സംഭവം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പുക ഉയരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? പുതിയ ബിൽഡിങ്ങിൽ അങ്ങനെ ഒരു സംഭവത്തിനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? ഇനി അങ്ങനെ ഒരു പുക ഉയരുകയോ അല്ലെങ്കിൽ അഗ്നി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ കഴിയുന്ന രോഗികളെ സുരക്ഷിതമായി അവരുടെ ജീവൻ അപകടമില്ലാത്ത രീതിയിൽ മാറ്റാനുള്ള സംവിധാനം എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നൊരു ചോദ്യവും പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷനാണ്. രോഗികളായാലും അവിടെ കൂട്ടിരിപ്പുകാരായാലും ആശുപത്രിയിലെ ജീവനക്കാരായാലും ഒക്കെ അവർ പലരും ഇന്നലെ സംഭവിച്ചത് തന്നെയാണ്. പെട്ടെന്നുള്ള ആശങ്കയും ഭയവും ഒക്കെ കാരണം അവർ ചിതറിയോടുന്നൊരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഒരു ആശുപത്രി സംവിധാനത്തിൽ അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി പ്രധാനമായും